രാജു പി നായർ ഇന്ന് അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുന്നു. എം സ്വരാജ് സ്ഥാനാർത്ഥിയാകുമെന്ന് ആരും കരുതിയതല്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം എം സ്വരാജ് ഇവിടെ സ്ഥാനാർത്ഥിയാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ച് പോസ്റ്റ് ഇട്ടത് അല്പസമയം അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്ക് മാത്രം മുൻപാണ്. എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കുക വഴി CPM പറയുകയല്ലേ, ഞങ്ങളത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഞങ്ങൾ പോരാട്ടത്തിനാണ് ഇറങ്ങുന്നത് എന്ന കൃത്യമായ സന്ദേശം നൽകുകയല്ലേ ശ്രീ രാജു പി നായർ? ഞങ്ങൾ ആ പോരാട്ടത്തെ സ്വാഗതം ചെയ്യും. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ആ പോരാട്ടമാണ്. കേരളത്തിൻ്റെ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണം, ആ ഭരണത്തെ ഏറ്റവും വസ്തുനിഷ്ഠമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവിടെ ചോദ്യം ചെയ്യുകയും വിചാരണ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ മറ്റ് സ്വതന്ത്ര വേഷം ഒക്കെ കെട്ടിക്കൊന്ന് സാധാരണ മറ്റ് തെരഞ്ഞെടുപ്പുകളിലെ അജണ്ടകൾ മാറ്റാൻ ശ്രമിക്കുന്ന പോലെ ഒരു ശ്രമം ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ആത്മവിശ്വാസമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ CPM നിലമ്പൂർ ആ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കും തന്നെയാണിത്. അപ്പോൾ നിലമ്പൂർ സ്വരാജ് വരുമ്പോൾ സ്വരാജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളും എല്ലാം ചർച്ച ചെയ്യപ്പെടും. ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹം എത്രമാത്രം ഒരു ജനങ്ങൾ അംഗീകരിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളത് സംബന്ധിച്ചും നമ്മൾ ചർച്ച ചെയ്യപ്പെടും. നിങ്ങൾക്കറിയാം, ഞാൻ തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. അദ്ദേഹം എന്റെ നിയോജക മണ്ഡലത്തിലെ MLA ആണ്. അദ്ദേഹം എങ്ങനെയാണ് പക്ഷേ എന്റെ ചോദ്യം അതായിരുന്നില്ല. ശ്രീ രാജു പി നായർ, CPM അല്ല, ഞാൻ പറഞ്ഞത് ഓർത്തു നോക്കൂ, CPMന് നിലമ്പൂരിൽ വെക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ പിണറായി വിജയൻ മത്സരിച്ചാൽ പോലും അത്രയാവില്ല, നിലമ്പൂരിൽ വെക്കാൻ കഴിയുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് കാൻഡിഡേറ്റിനെ അവിടെ അവതരിപ്പിക്കുക വഴി ഞങ്ങൾ പോരാട്ടത്തിന് തയ്യാറാണ്, ഞങ്ങൾ പോരാടാനാണ് എന്ന അതിശക്തമായ കോൺഫിഡൻസ് CPM അണികൾ കൂടി നൽകുകയല്ലേ? എം സ്വരാജ് നാളെ അവിടെ ഇറങ്ങുന്നത് ആര്യാടൻ ഷൗക്കത്തിന് എത്രത്തോളം ഗുണകരമാണെന്നാണ് കോൺഗ്രസിന്റെ ധാരണ? ശ്രീ രാജു പി നായർ. അല്ല, നിങ്ങൾക്ക് CPMന് കിട്ടാവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ വസ്തുത അതാണോ എന്നുള്ള ചിന്തിക്കണം. നോക്കൂ, ഇപ്പോൾ ഇവിടെ ശ്രീ സ്വരാജ് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ നിലമ്പൂരിനെ സംബന്ധിച്ച വിഷയങ്ങളാണ്. നിലമ്പൂർ അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എത്ര വന്യജീവി ആക്രമണം അവിടെ ഉണ്ടായി എന്നുള്ളത് നോക്കണം. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 2024 മുതൽ 2025 ജനുവരി വരെ ഏകദേശം 2 മാസം 6 പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നിങ്ങൾ എവിടെയെങ്കിലും സ്വരാജിനെ കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ സ്വരാജ് വന്യജീവി ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് എടുത്തത് പരിധി നോക്കിയായിരുന്നു. നിലമ്പൂർ 6 പേർ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ വന്യജീവി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ട് ഈ സ്വരാജിന് അതിനകത്തൊരു അഭിപ്രായം പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ പോലും അഭിപ്രായം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിൽ എവിടെയെങ്കിലും സ്വരാജ് അത്തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ട് നമുക്കറിയില്ല. നോക്കൂ, മലയോര സമരജാഥ നടത്തി കേരളം, UDF ആ മലയോര സമരജാഥ നടത്തിയതിനു ശേഷം കേരളത്തിൻ്റെ നിയമസഭയിൽ ബഫർ സോണിനെ സംബന്ധിച്ച് ഞങ്ങൾ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. ആ അടിയന്തര പ്രമേയത്തിന്റെ അവസാനത്തിൽ ചരിത്രത്തിലൊരിക്കൽ ആദ്യമായിട്ട് ഭരണപക്ഷത്തിന് അവർ ഇറക്കിയ ഒരു ഉത്തരവ് ആ അടിയന്തര പ്രമേയത്തിൽ വെച്ച് റദ്ദ് ചെയ്യേണ്ടി വന്നു. നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ബഫർ സോണാണ്. എന്താണ് സ്വരാജിന്റെ നിലപാട്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്വരാജിന്റെ നിലപാട്? കാർഷിക മൂല്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാർഷിക വിളകളെ സംബന്ധിച്ച് ഉള്ള പ്രശ്നത്തിൽ എം സ്വരാജിന്റെ നിലപാട് എന്തായിരുന്നു? ഇതൊന്നുമില്ല. അപ്പൊ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഒന്നും ഒരു രാഷ്ട്രീയവും പറയാത്ത ഒരാള്, നിലമ്പൂരിന് ഏറ്റവും സ്വീകാര്യനായ ഒരാൾ കിട്ടിയെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് ഒരാളെ ഇപ്പോ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി വോട്ടുകൾ ഒഴുകിപ്പോകുന്നത് തടയുന്നതിന് വേണ്ടി കണ്ടെത്തി എന്നുള്ളതാണ്. ഒഴുകിപ്പോകുന്നതാണ് ഇന്ന് CPM അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയുണ്ടോ? ഞാൻ പറഞ്ഞ ഒരു 30 സെക്കൻഡ്. അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? പാർട്ടി വോട്ടുകൾ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ള. നോക്കൂ, ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആറ്റിങ്ങലാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും കണ്ണൂരാണെങ്കിലും എല്ലാം പ്രവർത്തന റിപ്പോർട്ടിൽ CPM കണ്ടെത്തിയ എന്താ? പാർട്ടിയുടെ വോട്ടുകൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് കൊണ്ട് പാർട്ടി വോട്ടുകൾ കൊഴിഞ്ഞു പോകാതെ ഇരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചിന്ത. ഇപ്പൊ അൻവർ ഒരു ഘടകമായിട്ട് വരികയാണെങ്കിൽ അൻവർ ഉയർത്തിയത് പാർട്ടിക്കകത്തുള്ള, പാർട്ടി കൃത്യമായിട്ട് അതിനകത്ത് 2 അഭിപ്രായത്തിൽ നിലമ്പൂരിൽ നിലനിന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ അതുകൊണ്ട് നിലമ്പൂരിൽ അൻവർ മത്സരിക്കുകയോ അല്ലെങ്കിൽ അൻവർ UDFനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, അൻവർ ഒരു ഘടകമാണെങ്കിൽ അൻവർ CPMന് ഉണ്ടാക്കാൻ കഴിയാവുന്ന ഡാമേജ്
അത് കൺട്രോൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യം ഓക്കെ, അത് നമുക്ക് നോക്കാം. പക്ഷെ അൻവർ അതിൽ ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ല. അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ല. അവരെ പോരാട്ടം അങ്ങനെ കടുക്കുകയാണെങ്കിൽ ഓരോ വോട്ടും നിർണായകമാവുന്ന സാഹചര്യത്തിൽ പി വി അൻവറിനെ മുന്നണിയിലേക്കോ അല്ലെങ്കിൽ പി വി അൻവറിന്റെ ഒരു ഡിമാൻഡും അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസിന് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതാണോ എന്നൊക്കെ നമുക്ക് അടുത്ത റൗണ്ടിൽ ചർച്ച